Hi students, welcome to ASF Academy. I am Femi. Today we are going to discuss financial and non-financial motivation. അല്ലെങ്കിൽ technique of motivation എന്ന് പറയാറുണ്ട്. Motivation techniques എന്ന് പറയാറുണ്ട്. ഏതൊക്കെയാണ് financial and non-financial motivation techniques ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ. ഇതും motivation എന്നുള്ള ഏരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ്സേക്ക് കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് financial and non-financial motivation എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. ഏതൊരു കമ്പനിയിലും അവിടുത്തെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കമ്പനീസിലെ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ മാത്രമുള്ളൂ എഫിഷ്യൻ്റ്ലി അവരെ വർക്ക് നടക്കുക. അങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കമ്പനിയുടെ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക, നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുക. സോ എല്ലാവരും ഏതൊരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജേഴ്സ് ട്രൈ ടു മോട്ടിവേറ്റ് ദയർ എംപ്ലോയീസ് ഫോർ ബെറ്റർ പെർഫോമൻസ്. നല്ലൊരു മോട്ടിവേഷൻ ചെയ്യുന്ന വഴി നല്ല പെർഫോമൻസ് ഇംപ്രൂവ്, ഹൈ പെർഫോമൻസ് കാണും, അബ്സെൻറ്റീസം കുറയും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എംപ്ലോയീസിനെ എന്നില്ലേ? ടെക്നിക് ഓഫ് മോട്ടിവേഷൻ നോക്കുമ്പോൾ രണ്ട് ടൈപ്പിലാണ് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. ഫിനാൻഷ്യലി മോട്ടിവേറ്റ് ചെയ്യുക, നോൺ ഫിനാൻഷ്യലി മോട്ടിവേറ്റ് ചെയ്യുക. അതിൽ ഫിനാൻഷ്യലി എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഫിനാൻഷ്യലി എങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ മോർ വേജസ് ആൻഡ് സാലറി ഫസ്റ്റ് മെത്തേഡാണ്. കൂടുതൽ ഒരു ബേസിക് സാലറിനെക്കാട്ടിലും ഇൻക്രിമെൻ്റലി കുറച്ച് കൂടുതൽ കൊടുക്കുക, വേജസ് സാലറീസ് ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, മോർ വേജസ് ആൻഡ് സാലറി. നെക്സ്റ്റ് പ്രോഫിറ്റ് ഷെയറിങ്, കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് എംപ്ലോയീസിന് കൊടുക്കുക. പെർട്ടിക്കുലർ ലെവലിൽ ടേൺ ഓവർ കടന്നു കഴിഞ്ഞാൽ, പ്രോഫിറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പ്രോഫിറ്റിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് എംപ്ലോയീസിന് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ 10% കൊടുക്കുകയാണ് പറയുമ്പോൾ ആ ഒരു പ്രോഫിറ്റ് എത്തിയാൽ മാത്രം, റീച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ എംപ്ലോയീസിന് ആ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. സോ എംപ്ലോയീസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കമ്പനിക്കും അത് ബെനിഫിഷ്യലിയാണ്, എംപ്ലോയീസിനും ബെനിഫിഷ്യലാണ്. ഈ പ്രോഫിറ്റ് ഷെയറിങ് പറയുന്ന നല്ലൊരു ടെക്നിക്കാണ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, എംപ്ലോയീസിന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആണ് പറയുന്നത് ലീവ് വിത്ത് പേ. എംപ്ലോയീസിന് ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ലീവ് കമ്പനിയുടെ അവരെ ബേസിക് സാലറി വഴി തന്നെ കൊടുക്കുക എന്നുള്ളത്. അതായത് അവരുടെ കമ്പനിയിൽ വരുന്നപ്പോൾ ഒരു മന്ത്ലി അവർ സാങ്ഷൻ ചെയ്തിട്ട് ഒരു ലീവ് എടുക്കുകയാണ്. അപ്പോൾ ആ ലീവ് എടുക്കുമ്പോൾ അവർക്ക് വേണ്ട ബേസിക് സാലറീസ് അലോ ചെയ്യുക, അല്ലെങ്കിൽ സാലറിയുടെ ഒരു പെർസെൻറ്റേജ് അലോ ചെയ്യുക പറയുന്നത് ലീവ് വിത്ത് പേ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ എയ്ഡ് ആൻഡ് റീഇംബേഴ്സ്മെൻറ്റ്. അതായത് മെഡിക്കൽ എമൗണ്ടുകൾ, മെഡിക്കൽ എന്തെങ്കിലും എക്സ്പെൻസസ് വരികയാണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ ആ ബില്ല് കാര്യങ്ങൾ കമ്പനിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീഇംബേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് ഒരു മോട്ടിവേഷൻ ഫാക്ടറാണ്. നെക്സ്റ്റ് കമ്പനി പെയ്ഡ് ചെയ്യുക ഇൻഷുറൻസ്. കമ്പനിയുടെ എംപ്ലോയീസിൻ്റെ മേലും എംപ്ലോയീസിൻ്റെ ഫാമിലിയുടെ മേലും കമ്പനി ഇൻഷുറൻസ് എടുത്ത് പേ ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ലൊരു ലെവൽ മോട്ടിവേഷൻ. ലൈഫ് ഇൻഷുറൻസ് അങ്ങനത്തെ വരുന്ന എന്തെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ലാസ്റ്റ് ഇനി അതേ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആൻഡ് അസിസ്റ്റൻസ് ലൈക്ക് ബോണസ്, കമ്മീഷൻ, എന്ത് അഡീഷണൽ ആയിട്ട് അവർക്ക് ഫിനാൻഷ്യൽ ലെവലിൽ എമൗണ്ട് ബേസിസിൽ ക്യാഷ് ബേസിസിൽ കിട്ടുന്നോ അതൊക്കെ അണ്ടർ ഫിനാൻഷ്യൽ മോട്ടിവേഷനിൽ വരുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനാണ് നോക്കുന്നത്. ഓൾറെഡി മോട്ടിവേഷൻ ഫാക്ടേഴ്സ്, മോട്ടിവേഷൻ ടെക്നിക്കിലെ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എങ്ങനെയെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നു. മോട്ടിവേഷൻ ടെക്നിക്ക് ഫിനാൻഷ്യലി എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക, മോർ സാലറി കൊടുക്കുക, മോർ വേജസ് കൊടുക്കുക, പ്രോഫിറ്റ് ഷെയർ ചെയ്യുക, ലീവ് എടുക്കുമ്പോൾ സാലറിയോട് കൂടി ലീവ് എടുക്കുക, മെഡിക്കൽ ഇൻഷുറൻസ്, മറ്റ് ലൈഫ് ഇൻഷുറൻസ് കൊടുക്കുക, ബോണസ്, കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യലി എങ്ങനെ അവർക്ക് അതിന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം അണ്ടർ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. ഇനി ഫിനാൻഷ്യൽ അല്ലാത്ത വരുന്ന മോട്ടിവേഷൻസ് ഒക്കെയാണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ അറിയാം. അതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് റെക്കഗ്നേഷൻ. റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള, എവറി പേഴ്സൺ വാണ്ട് ഹിസ് വർക്ക് ടു ബി റെക്കഗ്നൈസ്ഡ് ബൈ ഹിസ് സുപ്പീരിയേഴ്സ് അവരെ വർക്കിനെ റെക്കഗ്നൈസ് ചെയ്യുക, അവർ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുന്നതാണ് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സുപ്പീരിയേഴ്സ് അത് അറിഞ്ഞു, വർക്ക് ചെയ്തത് നന്നായി എന്ന് പറഞ്ഞു പറയുമ്പോൾ ഈ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആണ്,
ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യണം, ഇനി ബെറ്റർ ആയിട്ട് കൂടുതൽ സുപ്പീരിയേഴ്സ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണം, നമ്മളെ വർക്കിനെ റെക്കഗ്നൈസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവർ ചെയ്ത വർക്ക് സുപ്പീരിയേഴ്സ് മറ്റുള്ളവരുടെ മുന്നിൽ പറയുക, എന്തെങ്കിലും അപ്രീസിയേഷൻ പോലെ ചെയ്യുക, അല്ലെങ്കിൽ അവർ ചെയ്ത വർക്കിനെ എന്തെങ്കിലും പ്രൈസസ് ചെയ്യുക, വേർഡ് ഓഫ് പ്രൈസസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അവാർഡ്സ് സർട്ടിഫിക്കറ്റ് അവർ ചെയ്ത വർക്കിന് എന്തെങ്കിലും അവാർഡ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ എല്ലാമൊക്കെ റെക്കഗ്നേഷനിൽ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് പറയുന്നത് പാർട്ടിസിപ്പേഷൻ. ഇറ്റ് ഇംപ്ലൈസ് ഫിസിക്കലി ആൻഡ് മെൻ്റൽ ഇൻവോൾവ്മെൻറ്റ്. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇൻവോൾവ്മെൻറ്റ്സ് ഓഫ് പീപ്പിൾസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിൽ ഫിസിക്കലി മെൻ്റലി അവരെ ഇൻവോൾവ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് പറയുന്നത് ഈ ഒരു നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനിൽ അടുത്ത് വരുന്നത്. കാരണം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഈ പാർട്ടിസിപ്പേഷൻ വഴി സാറ്റിസ്ഫൈ ചെയ്യുന്നത് എംപ്ലോയീസിൻ്റെ ഈഗോ ആൻഡ് സെൽഫ് എസ്റ്റീം ആണ്. അവരിൽ വരുന്ന ഒരു സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യാനാണ്. കാരണം അവർ ഫീൽ ചെയ്യുക എങ്ങനെയാണ്, അവർക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അവർ പറയുന്ന സജഷൻ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരുടെ ഫീൽഡിൽ അവർക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരൊരു ആവശ്യം ഉണ്ട് എന്നുള്ള തോന്നലാണ് ഈ പാർട്ടിസിപ്പേഷൻ വഴി അവർക്ക് ഫീൽ ചെയ്യുന്നത്. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു മോട്ടിവേഷൻ ടെക്നിക്കാണ്. നെക്സ്റ്റ് സ്റ്റാറ്റസ്. ഇറ്റ് റെഫേഴ്സ് ടു സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈഡ് ഈഗോയിസ്റ്റിക് നീഡ്സ്. ഇത് പറയുന്നതും ഒരു നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ടെക്നിക്കാണ്. കാരണം സ്റ്റാറ്റസ് പറയുന്നത് എങ്ങനെയാണ്, ഇപ്പം മാനേജേഴ്സ് മേ ക്രിയേറ്റ് സം സ്റ്റാറ്റസ് സിമ്പിൾസ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഈ എംപ്ലോയീസിന് എന്തെങ്കിലും സ്റ്റാറ്റസ് സിമ്പിൾസ് കൊടുക്കുക, ലൈക്ക് അവർക്ക് എന്തെങ്കിലും വേരിയസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, നല്ല സുപ്പീരിയർ ക്വാളിറ്റിയുള്ള ഫർണിച്ചേഴ്സ് അവരുടെ ക്യാബിനിൽ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ക്യാബിനിൽ കൊടുക്കുന്ന മറ്റ് ആക്സസറീസ് ലൈക്ക് കാർപ്പറ്റ് ആവട്ടെ, മറ്റ് യൂസ് ചെയ്യുന്ന ആക്സസറീസ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റീസിൽ കൊടുക്കുക. അതേപോലെ അവർക്ക് പ്യൂൺസിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അവർക്ക് മാത്രമാണ് സെപ്പറേറ്റ് പ്യൂൺസ്, അവർക്കൊരു PA നിർത്തി കൊടുക്കുക അവരുടെ ആവശ്യത്തിന് വേണ്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാണ്, അവരിൽ തന്നെ അവർക്കൊരു സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യുകയാണെന്ന് തോന്നും. അവരുടെ ഈഗോ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം നേരത്തെ പറഞ്ഞ പോലെ അതാണ് ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അപ്പോൾ ഇതും നല്ലൊരു ടെക്നിക്കാണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ പറഞ്ഞാൽ വേരിയസ് പേഴ്സൺസ് ആർ ഗിവൺ ഇൻ certain objective. Various persons are given certain objectives and everybody try to achieve them ahead of others. അതായത് ഒരു ചില ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുകയാണ്, കുറച്ച് എംപ്ലോയീസിന് കൊടുക്കുക. എല്ലാവരും ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ നോക്കും. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പറ്റീഷനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ഫസ്റ്റ് അത് അച്ചീവ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് കമ്പനിയുടെ സുപ്പീരിയേഴ്സ് അവരെ പ്രൈസസ് ചെയ്യുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എന്തെങ്കിലും അവാർഡ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ചില ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് അവരെ പരാമർശിച്ചുള്ള ലെറ്റേഴ്സ് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവരുടെ ഇടയിൽ ഇവരൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്തൊരു ഫീലാണ് ഇവർക്ക് വരിക ഈ കോമ്പറ്റീഷനിൽ അവർ വിൻ ചെയ്യുമ്പോൾ. അപ്പോൾ അത് നല്ലൊരു മോട്ടിവേഷൻ ടെക്നിക്കാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോബ് എൻറിച്ച്മെൻറ്റ്. ഇറ്റ് ഈസ് ദ സ്ട്രാറ്റജി യൂസ്ഡ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഇതെന്താണ്, ബൈ ഗിവിങ് ദം ഇൻക്രീസ്ഡ് റെസ്പോൺസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നതിന്. വെറൈറ്റി ഇൻ ദയർ ജോബിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ജോബിൽ കൊടുക്കുന്ന കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യുക, കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്യുന്നതിനാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജോബ് എൻറിച്ച്മെൻറ്റിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, എംപ്ലോയീസ് അലോ മോർ കൺട്രോൾ ഓവർ ദ വർക്ക്. അവരുടെ വർക്കിൽ കുറച്ചും കൂടി അവർക്ക് ഇൻഡിവിജ്വൽ കൺട്രോൾ ഉണ്ടാവും. സുപ്പീരിയേഴ്സിന് ഡയറക്റ്റ് കൺട്രോളിനൊക്കെ അവർക്ക് സെൽഫ് കൺട്രോൾ കുറച്ചും കൂടി ഉണ്ടാവും. ബൈ ഡൂയിങ് ദിസ് അവർക്ക് അവരുടേതായ ഒരു രീതിയിൽ ആ വർക്ക് ചെയ്യാൻ പറ്റും. നാച്ചുറൽ ഡിസയർ അനുസരിച്ച് വർക്കിനെ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവരുടേതായ വ്യൂ പോയിന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും ജോബ് എൻറിച്ച്മെൻറ്റ് ആകുമ്പോൾ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ജോബ് റീഡിസൈനിങ് ആണ്. ഇത് പറയുന്നത് ജോബ് റീഡിസൈൻ പറയുന്ന പ്രോസസ് ഓഫ് റീഅറേഞ്ച്മെൻറ്റ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ബെറ്റർ അലൈൻ
റോൾസ് വിത്ത് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനെ ഇൻക്ലൂഡ് ചെയ്ത് ഇൻസൈഡിലോ ഔട്ട്സൈഡിലോ വരുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് കമ്പനിയുടെ അകത്ത് വരുന്ന ജോബിനെ റീഅറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ജോബിനെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ടാസ്കിനെ അവരുടെ റെസ്പോൺസിബിലിറ്റിനെ റീഅറേഞ്ച് ചെയ്യണേ, വീണ്ടും ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണതിൻ്റെ പ്രോസസ്സിനെയാണ് ജോബ് റീഡിസൈൻ. കമ്പനിയുടെ ഇൻസൈഡോ ഔട്ട്സൈഡോ വരുന്ന എൻവയോൺമെൻറ്റ് ചേഞ്ചസിനനുസരിച്ചിട്ട് കമ്പനിയുടെ അകത്തും എംപ്ലോയീസിൻ്റെ ടാസ്കും റെസ്പോൺസിബിലിറ്റീസും റീഅറേഞ്ച് ചെയ്യണേ, റീസ്ട്രക്ചർ ചെയ്യണതിനെയാണ് ജോബ് റീഡിസൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി സർക്കിൾ. ഇറ്റ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് വർക്കർ who do the same or similar work, who meet the regular to identify, analyzing and solve work related. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ആയിരിക്കും ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. സെയിം അല്ലെങ്കിൽ സിമിലർ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ ക്വാളിറ്റി സർക്കിൾസിൽ വരുന്ന മെമ്പേഴ്സ്. അവർ റെഗുലർ ആയിട്ട് മീറ്റ് ചെയ്യും. റെഗുലർലി അവരൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും ടു ഐഡൻറ്റിഫൈ, അനലൈസിങ് ആൻഡ് സോൾവ് ചെയ്യുക വർക്ക് റിലേറ്റഡ് പ്രോബ്ലം. അവരെല്ലാവരും ഒരേ ജോലി ചെയ്യുന്നവരല്ലേ, അപ്പോൾ അതിൽ വരുന്ന റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അനലൈസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി റെഗുലറായിട്ട് മീറ്റ് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഗ്രൂപ്പ് ആയിരിക്കും ക്വാളിറ്റി സർക്കിൾ. അവരെല്ലാം ഒരേ കാറ്റഗറി വരുന്ന എംപ്ലോയീസ്, ഒരേ ഡെസിഗ്നേഷനിൽ വരുന്ന എംപ്ലോയീസ് ആയിരിക്കും. ഇതിൽ മിനിമം 3 മെമ്പേഴ്സ്, മാക്സിമം 12 മെമ്പേഴ്സ് ആണ് ഈ ക്വാളിറ്റി സർക്കിളിൽ വരിക. ഓക്കെ, ഇത്രയാണ് ക്വാളിറ്റി സർക്കിൾ. ഇനി ജോബ് റീഡിസൈനിങ് പറയുമ്പോൾ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു പ്രോസസ്സാണ്, റീസ്ട്രക്ചറാണ്. അതിനിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്നൊരു എങ്ങനെയൊക്കെയാണ് റീഅറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ജോബ് റൊട്ടേഷൻ ആവാം, ജോബ് എൻലാർജ്മെൻറ്റ് ആവാം, ജോബ് സിംപ്ലിഫിക്കേഷൻ ആവാം. ഇങ്ങനെ ഏത് ടൈപ്പിൽ വേണമെങ്കിൽ ജോബ് റീഡിസൈനിങ്ങിൽ വരാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ടെക്നിക്സ് പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കേണ്ടത്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് എഴുതാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുമാതിരി ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.